കൊച്ചിയിൽ ജലവിതരണ സംഭരണിക്ക് തകർന്ന മതിൽ തകർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. വീടുകളിലും നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളൊക്കെ ഒഴുകിപ്പോവുകയും മറ്റും ചെയ്തു. വീടുകളിലേക്ക് വെള്ളം കയറി, പ്രദേശത്തേക്ക് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. പ്രദീപ് ജോസഫ് ചേർന്ന വിവരങ്ങളുമായി. പ്രദീപ് ജോസഫ്, ഞെട്ടിക്കുന്നൊരു വാർത്തയോടെയാണ് നമ്മൾ ഇന്ന് ഉണർന്നെഴുന്നേറ്റത്. എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു സംഭവം? എത്രത്തോളം ജലം സംഭരിക്കാനുള്ള ശേഷിയുള്ള സംഭരണിയായിരുന്നു? പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ജല അതോറിറ്റിയുടെ കൊച്ചി പാലാരിവട്ടത്തിനടുത്ത് തമ്മനത്തുള്ള ഈ സംഭരണശേഷി തകർന്നത് എന്ന് പറയാം. തകർന്നു എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നത് ഭൂനിരപ്പിൽ നിന്ന് മുകളിലേക്ക് വലിയ സംഭരണി സ്ഥിതി ചെയ്യുന്നതാണ്. ഇത് ഭൂനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു 20 അടിയോളം ഉയരത്തിലാണ്. ഇവിടെ ഈ പാളി അടർന്ന് മാറുകയായിരുന്നു. നമുക്ക് ആ പാളി കാണാവുന്ന തരത്തിലേക്ക് മാറാം. ആ 2 പാളികൾ അടർന്ന് മാറുകയായിരുന്നു. അങ്ങനെ പാളികൾ അടർന്ന് മാറിയുണ്ടായ ആ വിടവിൽ കൂടി വെള്ളം കുതിച്ചെത്തുകയായിരുന്നു. വെള്ളം കുതിച്ചെത്തുന്ന വിവരം പല ആളുകളും അറിഞ്ഞില്ല. കാരണം എല്ലാവരും നമുക്കറിയാം 2 മണി എന്ന് പറയുമ്പോൾ നല്ല ഉറക്കത്തിനാണല്ലോ. കണ്ടോ, ഈ ദൃശ്യത്തിൽ വളരെ വ്യക്തമാണെന്ന് കരുതുന്നു. ഈ 2 പാളികൾ തമ്മിൽ അടർന്നു മാറുകയായിരുന്നു. 1,35,00,000 ലിറ്ററാണ് ഈ സംഭരണശാലയുടെ ശേഷി എന്ന് പറയുന്നത്. അതിനകത്ത് ഏതാണ്ടൊരു 80% വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1 കോടി ലിറ്ററിലധികം വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയി. ആ വെള്ളം ഒഴുകിപ്പോയാണ് ഈ സമീപത്തെ വീടുകളിലെ മതിലുകൾ തകർന്നത്, വാഹനങ്ങൾ മറിഞ്ഞു വീണത്. എന്തായിരുന്നാലും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതേസമയം വീടുകൾക്കുള്ളിൽ എല്ലാം തന്നെ ചെളി നിറഞ്ഞു നിൽക്കുന്നു. കുറച്ച് മുമ്പ് നമ്മൾ അപ്പുറത്തെ വീടുകളൊക്കെ കണ്ടിരുന്നു. ആ വീടുകളെല്ലാം ആളുകൾ ചെളി മാറ്റാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ജലസംഭരണി എങ്ങനെ നിൽക്കുന്നു? 2 കമ്പാർട്ട്മെന്റുകളാണ് ഈ ജലസംഭരണിയിലുള്ളത്. ആ 2 കമ്പാർട്ട്മെന്റുകളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. അതായത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന തരത്തിലാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു കമ്പാർട്ട്മെന്റിന് ലീക്ക് ഉണ്ടായാൽ സ്വാഭാവികമായും അടുത്ത കമ്പാർട്ട്മെന്റിലെ വെള്ളം ഇപ്പുറത്തേക്ക് ഒഴുകും. അങ്ങനെ വെള്ളം മുഴുവൻ പോകും. അങ്ങനെ സംഭരണി ഏതാണ്ട് നിലവിൽ കാലിയാണ്. ഏറ്റവും കുറഞ്ഞത് മറ്റ് സമാന്തരമായ പൈപ്പ് കണക്ഷൻ ലൈനുകൾ വഴി കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ 2 ദിവസമെങ്കിലും വേണ്ടിവരും. ഈ സംഭരണിയിൽ ഇനി അടുത്ത കാലത്ത് വെള്ളം ശേഖരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ പാളിയും മറ്റേതെങ്കിലും തരത്തിൽ പിടിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സംഭരണിയിൽ വെള്ളം ശേഖരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റ് ലൈനുകളുമായി കണക്ട് ചെയ്ത് വെള്ളം കടത്തിവിടുക എന്നതാണ് പ്രായോഗികമായ മാർഗ്ഗം. അതിന് തന്നെ 2 ദിവസം വേണ്ടിവരും. ഏറ്റവും കൂടുതൽ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടാൻ പോകുന്നത് തൃപ്പൂണിത്തുറ പേട്ട മേഖലയിൽ, അതുപോലെ തന്നെ നഗരഹൃദയമായ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് പാലാരിവട്ടം ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ ശുദ്ധജലത്തിന് ക്ഷാമം അനുഭവപ്പെട്ടേക്കാം. നിലവിൽ തന്നെ പമ്പിങ്ങിന് ശേഷി കുറവാണെന്നുള്ള പരാതി പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ ഈ ടാങ്കിന് കേടുപാടുകൾ പറ്റി വെള്ളം വിതരണം സ്തംഭിക്കുക കൂടി ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്, പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ടൊരു 40 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ അപകടമുണ്ടായ അല്ലെങ്കിൽ പൊട്ടി വീണ ടാങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാലപ്പഴക്കം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലാണോ ഈ പാളി അടർന്നു മാറിയത് അല്ലെങ്കിൽ ടാങ്ക് പൊട്ടിയത് എന്നുള്ള കാര്യം വ്യക്തമല്ല. നമുക്ക് ഈ ഇങ്ങനെ വെള്ളം ഒഴുകിയുണ്ടായ അപകടത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതുകൊണ്ട് ഇവിടെ ഒരു മതിലുണ്ടായിരുന്നു മോദി. ആ മതിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കണ്ടോ, ആ മതിലിൻ്റെ വലതേ ഭാഗം തകർന്നു കിടക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രളയം ഉണ്ടായതുപോലെ അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായതുപോലുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് കാണുന്നത്. കണ്ടോ, ഇതൊരു കോർപ്പറേഷൻ്റെ, കൊച്ചി കോർപ്പറേഷൻ്റെ 45-ാം ഡിവിഷനിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ തമ്മനം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള റോഡാണ്. ആ റോഡ് തകർന്നിരിക്കുന്നു. മതില് പൂർണ്ണമായും തന്നെ ഈ ഒരു ഭാഗത്തെ മതില് പൂർണ്ണമായും ഒരു കാരണമാണോ? മോദി കാലപ്പഴക്കം കാരണമായേക്കാം. ഏതാണ്ട് 1980കളിലാണ് ഈ ജലസംഭരണി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഒരു 40 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ സംഭരണിക്ക്. ഒരു പക്ഷേ അതായിരിക്കാം കാരണം. ഈ ജലസംഭരണിയുടെ പാളിയുടെ അടിത്തട്ട് അടിയിലേക്ക് ഇരിക്കുകയായിരുന്നു. അതായത് അടിഭാഗം ഇളകി പോവുകയായിരുന്നു, ഇളകി താഴേക്ക് ഇരിക്കുകയായിരുന്നു വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായും അതിൻ്റെ അടിത്തറ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്താണ് അതിന് കാരണമെന്നറിയില്ല. മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എന്തായിരുന്നാലും എൻ്റെ അടിത്തട്ട് ആ ഒരു ഭാഗം ഇളകിയിരിക്കുകയായിരുന്നു. അവിടെ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള മതിലിങ്ങോട്ട് ഇടിഞ്ഞു വീഴുന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. ഗേറ്റെല്ലാം ആകപ്പാടെ വളഞ്ഞ് പൊളഞ്ഞ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മണ്ണിടിച്ചിൽ പ്രദേശത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ. കണ്ടോ, ഈ വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളാണ് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉരുൾപൊട്ടലുണ്ടായ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് എങ്ങനെയാണോ ഏതാണ്ട് അതുപോലെ സമാനമായ സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. കാര്യം ഒരു കുടിവെള്ള ടാങ്കിൻ്റെ പാളി അടർന്നു മാറി വെള്ളം ഒഴുകിയതാണ്. പക്ഷേ ഓർക്കണം, 1 കോടി ലിറ്ററിലധികം വെള്ളമാണ് ഒഴുകി വന്നത്. ഈ വാഹനങ്ങൾ ഇനി തിരിച്ചെടുക്കുന്നത് എന്നാ ചേച്ചി പറഞ്ഞേ? ഇതാ ഈ ചേച്ചിയുടെ വീടാണിത്. ബാക്കിൽ വാഷിംഗ് മെഷീനും മറ്റും ഒഴുകി കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? വാഷിംഗ് മെഷീൻ, മോട്ടർ, പിന്നെ ഇൻവെർട്ടറിന്റെ ഇൻവെർട്ടറൊക്കെ പോയി കിടക്കണം. മതിൽ പിന്നെ 2 വർഷം പോയി കിടക്കണേന്ന് വീട് പുതിയതായിട്ട് പെയിന്റ് അടിച്ചാണ്. അതെല്ലാം
അഴുക്കത്ത് വെള്ളം ഇങ്ങനെ തെറിച്ചിട്ട് ഈ ചെളി ഷെഡ് പോയി കിടക്കണ എവിടെ വാഷിംഗ് മെഷീൻ എവിടെ കിടക്കുന്നത്? ബാക്കിൽ നമുക്ക് നോക്കിയാലോ. ഇവിടെ എന്തേരം വെള്ളം കയറിയായിരുന്നു, എന്തേരം ചെളി കയറിയതാണ്ട്? അതെ, ഇവിടെ ഇതാണ് ലെവലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വെള്ളം ഞങ്ങൾക്ക് അവിടെ 2 മതിലുണ്ടായിരുന്നേ, അത് തടസ്സം വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് അകത്തേക്ക് കയറിയൊക്കെ കെട്ടിക്കിടന്നിട്ട് കയറിയേക്കണേന്ന് തോന്നി. വേണ്ടോ കണ്ടോ? ഓ, ഇതാണോ വാഷിംഗ് മെഷീൻ അല്ലേ? ഉപയോഗിച്ചോണ്ടിരുന്നോ? ഉപയോഗിക്കണത് വർക്ക് ഏരിയണത് അവിടെ ആവശ്യമൊക്കെ. നമുക്ക് ആ വാഷിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഇങ്ങനെ ഓരോ വീട്ടിലെയും ചെളിയുണ്ട്. ഓരോ വീട്ടിലെയും ഗൃഹോപകരണങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതാ ചേച്ചിയെന്ന് പറഞ്ഞേ? കൊച്ചിന്റെ പുതിയ സൈക്കിളാണ് വാങ്ങിച്ചത്. ഇത് കിടക്കണ എല്ലാം ചെള്ള കയറി അങ്ങോട്ട് നടക്കാൻ കൂടി പറ്റാനല്ല, ഇടനാഴികയാണത്. ഇതൊക്കെ ആര് ക്ലീൻ ചെയ്യുന്നു? ഇപ്പൊ ഞങ്ങളുടെ ഓടയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ കുഞ്ഞിന്റെ സൈക്കിൾ, വാഷിംഗ് മെഷീൻ, അതുപോലെ ഒരുപാട് കുറച്ച് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനിയൊരു കാറ് കാണാം. ഈ കാറ് അതെ, ഏതാണ്ട് 3 അടിയോളം വെള്ളം പൊങ്ങിയിട്ടുണ്ടല്ലേ. ഇതാ പൈപ്പ് കണക്ഷനും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉഴുതുമറിച്ച് എന്ന് നമ്മൾ പറയാറില്ലേ, എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതാ ഈ ഭാഗം കണ്ടോ, വീട്ടിലെ വസ്തുക്കൾ ഉൾപ്പെടെ ഏതാണ്ട് ഒരു 40-50ഓളം വീടുകളാണ് ഈ ലൈനിലുള്ളതെന്ന് തോന്നുന്നു. ഈ വീടുകളിലൊക്കെ ഏതാണ്ട് സമാനമാണ് സ്ഥിതി സാഹചര്യം. അതുപോലെ ഇതുണ്ടോ, ഈ വീടിൻ്റെ ഈ കാറ് കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തിരുന്ന കാറ് അവിടുന്ന് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തിയിൽ ഇങ്ങോട്ട് തന്നെ നീങ്ങി കൃത്യം ഈ വീടിൻ്റെ മതിൽ ഇടിയുകയും ചെയ്തു. ഈ കാറിന്റെ വശത്തേക്കാണ് ജലസംഭരണിയുടെ പാളി തകർന്ന വെള്ളമൊഴുക്കിൽ മതിൽ തകർന്നും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചും ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചും ദുരിതമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പുലർച്ചെയായിരുന്നു സംഭവം. 1 കോടിയിലധികം ലിറ്റർ വെള്ളം കൊള്ളുന്ന ശേഷിയുള്ള സംഭരണിയാണ് തകർന്നത്. വാഹനങ്ങളൊക്കെ ഇതിൽ ഒഴുകി നീങ്ങുകയായിരുന്നു. അപകടം പുലർച്ചെ 2 മണിയോടെയാണ് സംഭവിച്ചത്. തൃപ്പൂണിത്തുറയിലേക്കും നഗരത്തിലെ ഏതാനും പ്രദേശത്തേക്കുമുള്ള ജലവിതരണത്തെയും ഇത് കാര്യമായി ബാധിക്കും.